ഹലോ, നമസ്കാരം. എൻ്റെ സിനിമ ഈ 9-ാം തീയതി റിലീസാണ്. ആരവ്. കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു സിനിമ ചെയ്ത് റിലീസാക്കുന്നത്. ഇത് ഒരു തൃശ്ശൂർ തേക്കൻകാട്ടിലാണ് കംപ്ലീറ്റ് ഇത് ഷൂട്ട് ചെയ്തത്. തേക്കൻ മൈതാനത്ത് തൃശ്ശൂരിൻ്റെ ഒരു കഥയാണ്. തൃശ്ശൂർ സംഭവിച്ച ഒരു കഥയുടെ ഒരു സംഭവത്തിൻ്റെ ത്രെഡ്, അതാണ് സിനിമയുടെ ബേസ്. ആ ബേസ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള ആൾക്കാർ തിരഞ്ഞെടുത്തു, അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. പിന്നെ എൻ്റെ എല്ലാ സിനിമയിലും സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള ആർട്ടിസ്റ്റിനെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പേരൂട്ടായാലും അഗ്നക്ഷത്രായാലും സമയോടായാലും പറയാൻ ബാക്കി വെച്ചത്. ഈ സിനിമകളൊക്കെ ഞാൻ ചെയ്തതും ആ രീതിയിലാണ്. ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ആൾക്കാരെ ഇതിൽ ക്ഷണിക്കല്. അത് ആൾക്കാരെ കണ്ടിട്ട് സ്ക്രിപ്റ്റ് ചെയ്തതല്ല. പിന്നെ ഈ കാലതാമസം എന്ന് പറയുന്നത് എൻ്റെ ഒരു യാത്രയുടെ ഒരു പ്രശ്നമാണ്. ഈ പെട്ടെന്ന് സിനിമ ചെയ്യാത്തൊരു കാലതാമസം പൊതുവെ വന്നു ഭവിക്കുന്നതാണ്. ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല, വന്ന് സംഭവിച്ചതാണ്. അതൊക്കെ ഈ സിനിമ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സമർപ്പിക്കുകയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്നൊരു സിനിമ കാണണം. സിനിമയുടെ മറ്റുള്ള ഭാഗത്തൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. വലിയ അങ്ങനെയുള്ളൊരു സംഭവം ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് വിനോദാണ്. ഞാൻ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന B3 പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രമാണത്. ഇത് തൃശ്ശൂർ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രശ്നം. ഇരകളാക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. അവർക്ക് ശരിയായ ഒരു നീതി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ചോദ്യത്തിൽപ്പെടുന്നതാണ്. ഇതും ഒരു സ്ത്രീപക്ഷ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെൻ്റാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ അവസാനം ആ സ്ത്രീക്ക് ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജോർജ് ജോർജ്, കിച്ചു ടില്ലസ്, അനുമോൾ, കലാപ നവാസ്, ജയരാജേട്ടൻ, അങ്ങനെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഉള്ള കലാകാരന്മാരെ കൂടുതലും. ഒരു ത്രില്ലർ ആണെന്ന് വെച്ചാൽ ഫാമിലി ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു സിനിമയാണ്. ശരിക്കും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണും. ഇപ്പോൾ ഒരുപാട് വലിയ വലിയ സിനിമകൾ വരുന്ന ഇതിലേക്കാണ് നമ്മുടെ ചെറിയ പടം വരുന്നത്. ഏതൊരു ഫാമിലിക്കും ശരിക്കും ഇരുന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന എല്ലാ സബ്ജക്റ്റും ഈ സിനിമയിലുണ്ട്. തീർച്ചയായിട്ടും കാണുക, അനുഗ്രഹിക്കുക. താങ്ക് യു. നമസ്കാരം. എനിക്ക് രണ്ട് സന്തോഷമാണ്. കരിമികയുടെ ഫസ്റ്റ് മൂവി ഏഴരക്കൂട്ടത്തിൽ ഒരു വേഷം ചെയ്യാനുള്ള അവസരവും ഭാഗ്യമുണ്ടായി. അദ്ദേഹം ഈ ഒരു കഥ തിരഞ്ഞെടുത്തപ്പോൾ, അങ്ങനെ വീണ്ടും വിളിച്ചപ്പോൾ, അതൊരു വളരെ നോട്ടബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വളരെ സീരിയസ് ആയിട്ടുള്ളൊന്നുമല്ല. ഈ ക്യാരക്ടർ സീരിയസ് ആണെങ്കിലും സിറ്റുവേഷൻ ഭയങ്കര തമാശയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ കുറേ തമാശ കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഇപ്പോൾ റീസെൻ്റിലൊക്കെ അത്യാവശ്യം വളരെ സീരിയസ് ആയിട്ടുള്ള ചെറുതാണെങ്കിലും നല്ല കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് കുറേ നാൾക്ക് ശേഷം കിട്ടിയൊരു ഹ്യൂമർ ക്യാരക്ടറാണ്. സിറ്റുവേഷനിലുള്ള തമാശകളാണ്. കുഞ്ഞാക്ക എന്നൊരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിൻ്റെ വേറെ പ്രത്യേകത, ഇദ്ദേഹം ഒരു മമ്മൂക്ക ഫാനാണ്. കടുത്ത മമ്മൂക്കയുടെ ഒരു ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്ങിൽ പോലും മമ്മൂക്കയുടെ ഫോട്ടോ ഒക്കെ വെച്ച് അങ്ങനെ ഡിസൈൻ ചെയ്തത് പോകുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ ഈ കഥയിൽ പല സിറ്റുവേഷനിലും ഈ കഥയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറിയാതെ ലോക്കായി പോകുന്ന കുറേ സിറ്റുവേഷൻ വരുന്നുണ്ട്. കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അതല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞാക്ക എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ ഇതിലങ്ങനൊരു വേഷം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലർ റൂട്ടിലൂടെ എല്ലാവരെയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് ആയിരുന്നത്. ഇപ്പോഴത്തെ ഒരു ജോണറിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഫാമിലിക്കൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ് ആരോ. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിപിൻ ജോഷ ബേബി. ഇതിൻ്റെ ആക്ടിങ് സൈഡ് ആൻഡ് ടെക്നിക്കൽ സൈഡിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറയുന്നു, അതിന് വലിയൊരു പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയൊക്കെ നടുവിലൂടെയാണ് ഞങ്ങൾ ഈ സിനിമ ഇപ്പോൾ അടുത്തായി 9-ാം തീയതി റിലീസിന് വരുന്നത്. അതിന് ഈ ദൈവത്തിന് ആദ്യമായി ഞങ്ങൾ നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആക്ടേഴ്സിനും, കടന്നു വന്ന നിങ്ങൾക്കും, അതുപോലെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ വരാൻ കഴിയാതിരുന്ന അഞ്ജലി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ സാരഥികൾക്കുള്ള നന്ദിയും ഞാൻ ഈ പരസ്യമായി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഇതിനെ വിജയിപ്പിക്കണം. കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു. ഇവിടെ സിനിമയിലെ നായകനൊക്കെ എത്തിയിട്ടുണ്ട്. അവരാണ് സിനിമയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത്. നായികയായിട്ടുള്ള അനുമോളും നായകനായിട്ടുള്ള കിച്ചുവും മറ്റൊരു നായകനായിട്ടുള്ള ജോജു ഇവിടെ വന്നിട്ടില്ല. ഈ സിനിമയിൽ ഒരു മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനാണ്. സഹായി പ്രസാദ് എന്നൊരു കഥാപാത്രമാണ്. സഹായി പ്രസാദിനെ പോലെ ഒരുപാട് ആളുകളെ നിങ്ങളും ജീവിതത്തിൽ കണ്ടു കാണും. ഏതൊരു മനുഷ്യനെയും സഹജീവികളെ സഹായിക്കാൻ വേണ്ടി വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഒരാൾ എന്നൊരു കഥാപാത്രമാണ്. പ്രത്യേകിച്ച് എൻ്റെ നഗരത്തിൽ, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ നഗരത്തിൽ വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്ത് ആ പ്രദക്ഷിണ വഴിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഊർജം ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു. ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും മറ്റു സുഹൃത്തുക്കളും സഹായിക്കുക. കൂടുതൽ ആളുകൾ സിനിമ കാണാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള മീഡിയാസിനാണ് സഹായിക്കാൻ കഴിയുക. ഇതൊരു പരീക്ഷണ സിനിമയൊന്നുമല്ല. ഇതൊരു പാവം സ്ത്രീയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന, പൂക്കച്ചവടം നടത്തുന്ന താമര എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിത സമരത്തിൻ്റെ, സഹനത്തിൻ്റെ, എന്നാൽ അവളുടെ ആത്മവിശ്വാസത്തിൻ്റെ കഥയാണിത്. ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ മീഡിയ വഴി കഴിയട്ടെ. ഈ സിനിമ എല്ലാവരും കാണട്ടെ. ഹൃദയം നിറഞ്ഞ പ്രതീക്ഷയുടെ, പ്രാർത്ഥനകളുടെ ഇതിലൊരു ചെറിയ കഥാപാത്രം ചെയ്ത ഒരു നടൻ എന്ന നിലയ്ക്ക് ഞാനും കാത്തിരിക്കുന്നു. താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വന്നതിൽ ജയരാജേട്ടൻ പറഞ്ഞൊരു തെറ്റുണ്ട്. ചെറിയ കഥാപാത്രമൊന്നുമല്ല കേട്ടോ, പുള്ളി വലിയൊരു കഥാപാത്രം തന്നെയാണ് ചെയ്തേക്കണത്. എല്ലാവരും, ഈ ഇരിക്കുന്ന എല്ലാവരും. ഇത് തൃശ്ശൂർ ബേസ് ചെയ്ത് നടക്കുന്നൊരു സ്റ്റോറിയാണ്. 2018 ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്ന് എൻ്റെ കുറച്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. അങ്കമായ ഡയറീസും വർണ്ണത്തിലാശങ്ക, അങ്ങനെ കുറച്ച് പടങ്ങൾ മാത്രം. അപ്പം അത് കണ്ടിട്ടാണ് ഈ പടത്തിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കൺവിൻസ്ഡായി ആ ക്യാരക്ടറിനോട്. ഈ തൃശ്ശൂരാണ് നമ്മുടെ ഈ കഥ നടക്കണമെങ്കിലും ഇതിലെ പല കഥാപാത്രങ്ങളും അവിടെ ഉള്ളവരല്ല. അവിടേക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി തൃശ്ശൂർ വന്നു പോകുന്നതാണ്. അപ്പം എൻ്റെ കഥാപാത്രമായാലും മുരുകൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഞാനും എൻ്റേതായ ഒരു ആവശ്യത്തിനാണ് തൃശ്ശൂർ വരുന്നത്. അനുമോളുടെ ക്യാരക്ടറായാലും ജോജിയുടെ ക്യാരക്ടറായാലും ഈ പേര് പോലെ തന്നെ ആരോ എന്ന് പറയുന്ന പോലെ ഒരു സംശയമാണ് ഈ പടം കാണുമ്പോൾ. അത് നിങ്ങൾ പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും പടം കാണുക. 9-ാം തീയതി പടം റിലീസാണ്. നിങ്ങളുടെയൊക്കെ സഹായം വേണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ടൈം എടുത്ത് ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ നിന്നതിന് താങ്ക്സ് എ ലോട്ട്. താമര എന്ന് പറയുന്നത് ഇപ്പം ഡയറക്ടർ സാറ് സംസാരിച്ചിട്ടുണ്ടാവും. VK കരീം ഡയറക്റ്റ് ചെയ്യുന്ന, താമര എന്ന് എൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ്. ആരോ എന്ന് പറയുന്നത് VK കരീം സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൽ താമര എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പം എനിക്ക് തോന്നുന്നു
ഈ ആരോ സിനിമ താമരയുടെ ഈ ക്യാരക്ടറിന്റെ ഒരു യാത്രയിൽ കൂടെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഈ സിനിമയിൽ ഒരു മേജർ കഥാപാത്രമാണ്. ഇപ്പം കിച്ചുവിന്റെയും ജോജു ചേട്ടന്റെയും എല്ലാ ആക്ടേഴ്സും, ജയരാജ് ചേട്ടൻ, ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് കുറച്ചും കൂടെ ഒരു സ്പേസും പ്രാധാന്യവും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് എൻ്റെ താമര എന്ന് പറയുന്നത്. എല്ലാവരുടെയും വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, ഇതില് ഇവർ പറഞ്ഞു തോന്നുന്നു ചെറിയൊരു സസ്പെൻസ് എലമെന്റും അല്ലെങ്കിൽ ഒരു അന്വേഷണം. ട്രെയിലർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു അന്വേഷണം, അപ്പോൾ ജനറലി എന്തായാലും അവിടെ ഒരു കുറ്റകൃത്യം ഉണ്ടാവും, ഒരു അന്വേഷിക്കാൻ വരുന്ന ഓഫീസർ ഉണ്ടാവും, കുറ്റം ചെയ്ത ആളുകൾ ഉണ്ടാവും, ദൃക്സാക്ഷികൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് എന്താ പറയാ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പം ഓരോരോ ക്യാരക്ടേഴ്സിനും ഈ കഥയിൽ അവരുടേതായ കൃത്യമായ പാർട്ട് ഉണ്ട്. പിന്നെ തൃശ്ശൂർ ബേസ് ചെയ്താണ് സിനിമ നടക്കുന്നത്. തേക്കിൻകാട് മൈതാനം ആ പരിസരത്താണ് നമ്മൾ മിക്കതും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂരിലുള്ള ഒരുപാട് ആക്ടേഴ്സ്, നമുക്ക് പൊതുവെ ഈ സിനിമയിൽ തൃശ്ശൂർ ഭാഷ കേൾക്കുമ്പം നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് ഒരു അടുപ്പം തോന്നും. അപ്പൊ അങ്ങനെ നമുക്ക് അടുപ്പം തോന്നിയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അതല്ലാണ്ട് തന്നെയും സുധീർ കരമന, അങ്ങനെ കുറെ ആക്ടേഴ്സ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാരും കൂടെ ചെയ്ത ഒരു കുഞ്ഞു സിനിമയാണ് ആരോ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ക്യാരക്ടറും കാര്യങ്ങളും ഒന്നും അധികം പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു സസ്പെൻസ് പുറത്തു പോകുന്നുണ്ട്. വടക്കുന്നാഥൻ അമ്പലത്തിന്റെ മുന്നിൽ പൂക്കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ചെയ്യുന്ന താമര. അപ്പം എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന നല്ലൊരു ടീമിന്റെ കൂടെ കരീംക്കാണെങ്കിൽ ഒരുപാട് സീനിയറാണ്. ഇപ്പം നമ്മളൊക്കെ എന്നും എപ്പോഴും സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു പേരാണ് ഭരതൻ സാറുടെ പേരൊക്കെ. അപ്പം ഭരതൻ സാറുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇപ്പൊ തേവർ മകൻ, ദേവരാഗം, പാഥേയം, ഇങ്ങനത്തെ ഒരുപാട് സിനിമകളുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആ സിനിമ ഉണ്ടാവുന്നത് കൂടെ നിന്ന് ഭാഗമായി കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അത് നമുക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ടേക്ക് അവേ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഗംഭീര ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇപ്പം വിനോദേട്ടനൊക്കെ ഇവിടെ വന്നിട്ട് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നമ്മളെ വളരെ നല്ല രീതിയിൽ ഈ സിനിമയുടെ ഒപ്പം നിന്ന് കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് നമ്മുടെ കൂടെ. അപ്പം അതേപോലെ നിങ്ങൾ എല്ലാവരും ഇന്നിപ്പം ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. മെയ് 9 തിയേറ്ററിൽ എത്തുകയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഡെറിക് ഇതിലൊരു ക്യാരക്ടറാണ്. നമ്മുടെ DOP സാറാണ്, മാധേഷ് സാറ്. 5 ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ജോഷേട്ടനും ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡെറിക്കിന് കൊടുക്കാം. ഡെറിക് പറയട്ടെ ഡെറിക്കിന്റെ ക്യാരക്ടർ. ഹലോ, ഹായ്, എൻ്റെ പേര് ഡെറിക് രാജൻ. ഇതെന്റെ 2ാമത്തെ സിനിമയാണ്. ശിവ എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. താമര എന്നുള്ള അനുചേച്ചി ചെയ്ത ക്യാരക്ടറിന്റെ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അപ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും ഈ സിനിമയിലുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന പോലെ തന്നെ തിയേറ്ററിലും വരിക, സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. മെയ് 9 റിലീസ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മലയാളം കുറച്ച് തെറ്റായിട്ടുണ്ടാവും. തമിഴാണ് ആക്ച്വലി. തമിഴിൽ പേசுங்க. തമിഴ് இல்லை ஆக்சுவலி இது சப்போர்ட், இந்த படத்தை சப்போர்ட் பண்ண மீடியா பீப்புள்ஸ் எல்லாருக்கும் எங்கள் டீம் சார்பாக வந்து ரொம்ப தேங்க்ஸ் பண்ணிக்கிறோம். ஸோ உங்கள் சப்போர்ட் ரொம்ப அவசியம். ஏன்னா இப்போது அவுட் ஆஃப் த கேரளா மலையாள சினிமாக்களுக்கு ஸோ மெனி எக்ஸ்பெக்டேஷன்ஸ் இருக்குது மீடியா சினிமா இண்டஸ்ட்ரியில். ஸோ அதே போல் அந்த எக்ஸ்பெக்டேஷன் குறையாத அளவுக்கு டைரக்டர் சார் நல்ல ஸ்கிரிப்டும் அதுக்கான உள்ள ஒரு மலையாள ஃப்ளேவரோட ஸ்கிரிப்ட் தான் வந்திருக்கு. ஸோ டைரக்டர் சார் വിചാരിച്ചത് പോലെ മാക്സിമം സിനിമോട്ടോഗ്രാഫി ചെയ്യാം, സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രൊഡ്യൂസർക്കും കൂടെ സപ്പോർട്ട് ചെയ്ത ആർട്ടിസ്റ്റും മറ്റെല്ലാവർക്കും എന്നോട് ഷാർപ്പായിട്ട് ഒരു താങ്ക്സ് വിളിக்கிறேன். ஸோ മെയ് 9 പടം പടം வந்து தியேட்டரில் எத்திக்குது. ஸோ சப்போர்ட்டர்ஸ் மீடியா பீப்புள்ஸ் நீங்களும் சப்போர்ட் பண்ணுங்கள். எல்லாரும் தியேட்டரில் வந்து படம் பாருங்கள். தேங்க்யூ. എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം.
ഈ പറഞ്ഞ പോലെ വലിയ സന്തോഷമുണ്ട്. കാരണം കരീംക്ക് ഡയറക്റ്റ് ചെയ്ത ഈ പടത്തിൻ്റെ ഒരു ഭാഗമാണ് സാധിച്ചതിൽ. ജിമ്മി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ആരോ എന്ന് പറയുന്ന മൂവിയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പം അനു പറഞ്ഞതുപോലെ, കിച്ചു പറഞ്ഞതുപോലെ കുറച്ച് എന്താ പറയുക സസ്പെൻസ് എലമെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാവുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. നല്ലൊരു ടീമായിരുന്നു ഈ ചിത്രത്തിൻ്റെ കൂടെ. കരീംക്ക, വിനോദേട്ടൻ, നവാസ്ക, അങ്ങനെ കിച്ചു, എല്ലാവരും പേരെടുത്ത് പറഞ്ഞില്ല, എല്ലാവരും നല്ല ടീം വർക്കാണ് നടന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങളെല്ലാവരും ഈ കാണുന്ന എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി കാണുക, മാക്സിമം സപ്പോർട്ട് തരിക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മെയ് 9 ഞങ്ങളുടെ സിനിമ റിലീസാവാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ വലിയൊരു സ്വപ്നം എന്ന് പറയാം. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം, ഞങ്ങളെ വിജയിപ്പിക്കണം. പിന്നെ നമ്മളൊരു കാര്യം വിട്ടുപോയി. നമ്മുടെ പടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഇപ്പം ഇല്ല നമ്മുടെ കൂട്ടത്തിൽ. അത് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. അനീഷ് പേര്, അത് മാത്രമല്ല നമ്മുടെ കൺട്രോളർ ഉൾപ്പെടെ ഒരുപാട് പേര്. ഇപ്പം എല്ലാവരെയും ഈ നിമിഷം ഓർക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ഈ സിനിമയിലെ കഥ അതൊരു എന്താ പറയുക, ഒരു മിസ്റ്ററി അതിനകത്ത് തന്നെ ഉണ്ട്. ഒരു ട്രെയിലറിൽ അതിനെ കാണിക്കുന്നുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞൊരു വുമൺ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണോ? അങ്ങനെ വുമൺ ഓറിയന്റഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സിനിമേനെ പറയുന്നില്ല. വൈ? ബിക്കോസ് എല്ലാ ക്യാരക്ടേഴ്സിനും ആ സ്പേസ് ഉണ്ട്. അപ്പൊ അത് വുമൺ ഓറിയന്റഡ്, ശരിയാണ്, വുമൺ റിലേറ്റഡ് ഇഷ്യൂസ് ആണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ശക്തമായ കുറെ സ്ത്രീ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. അങ്ങനെ വെച്ച് നോക്കിയാൽ ഇതൊരു വുമൺ ഓറിയന്റഡ് എന്ന് പറയാം. പക്ഷേ സപ്പോർട്ടിംഗ് കാസ്റ്റ് ആയാലും അല്ലെങ്കിൽ ആ കേസ് അന്വേഷണമായാലും അതിലേക്ക് വഴിയിൽ കൂടെ പോകുന്നതായാലും എല്ലാം മറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ട്. അങ്ങനെ ഇതിനൊരു വുമൺ ഓറിയന്റഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വുമൺ പവർഫുൾ റോൾസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അനുവിനെ സംബന്ധിച്ച് ഇപ്പൊ അതിന് ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ നോട്ടമായുള്ള കഥാപാത്രങ്ങളാണ്, സ്ക്രീനിൽ സ്പേസ് കിട്ടുന്ന ഒരു ടൈപ്പ് കഥാപാത്രങ്ങളാണ്. ഇത് തുടർച്ചയായിട്ട് ഉടനീളം നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ക്യാരക്ടർ ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ കരിയോഗ്രാഫി ലോക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് എന്ന് തോന്നിയിട്ടായിരിക്കും ഒബിയസ് രീതി ലോക്ക് ആയിട്ടുണ്ടാവുക. അങ്ങനെ ഹുക്ക് ചെയ്തൊരു എലമെന്റ് എന്തായിരിക്കും ഇതിനകത്ത്? ഒന്ന്, ഇതിന്റെ ക്ലൈമാക്സിൽ എനിക്ക് പെർഫോം ചെയ്യേണ്ടി വരുന്ന ഒരു സ്പേസ് ഉണ്ട്. അത് എൻ്റെ കംഫർട്ട് സോൺ അല്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് പോലും എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അതെനിക്ക് എന്നെ തന്നെ ചാലഞ്ച് ചെയ്യണം, അതൊരു ട്രൈ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ഈ ക്യാരക്ടർ താമര എന്ന് പറയുന്ന ഈ സ്ത്രീയെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ഞാൻ പറഞ്ഞ വടക്കുനാഥന്റെ മുന്നിൽ പൂക്കച്ചവടം ചെയ്യുക, ഒരു മകനെ വളർത്തുന്നു, ആ ഒരു മദർഹുഡിന്റെ പല പല സ്റ്റേജസ്, അല്ലെങ്കിൽ അത് സൊസൈറ്റിയിൽ ഈ താമര എങ്ങനെ ഇടപെടുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ആ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് എൻ്റെ ഒരു കംഫർട്ട് സോണിലല്ലാത്തൊരു സ്പേസ് ആയിരുന്നു. പക്ഷെ നന്നായി വന്നിട്ടുണ്ടെന്ന് പ്രൊഡ്യൂസർ സാറും ഡയറക്ടർ സാറും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാനും അത് കാണാൻ വെയിറ്റിംഗ് ആണ്. താമര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ്. ബ്രോ, അതായത് ഇപ്പം അങ്കമാലി ഡയറീസ് ഒക്കെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്. ആ കഥാപാത്രം ഉണ്ടാക്കിയത് നല്ല മാസായിട്ട് അല്ലെങ്കിൽ നാടൻ തല്ലി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്. അതുപോലത്തെ ഒരു കഥാപാത്രം കിട്ടുക എന്ന് പറയുന്നത് LJP മാജിക് എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലത്തെ ഒരു കഥാപാത്രത്തിന് വേണ്ടിയാണോ വീട്ടിൽ? അതൊരു എന്താ പറയുക, ഒരു കഥാപാത്രം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതേ കണ്ടിന്യൂസിൽ റിലേറ്റ് ചെയ്ത കഥാപാത്രങ്ങൾക്ക് വരാറുണ്ട്. ഈ സിനിമയിലെ കഥാപാത്രം അങ്ങനത്തെ ഒരു ടൈപ്പ് കഥാപാത്രമാണോ? ഇല്ല, കാരണം മറ്റേതൊക്കെ നിങ്ങൾ മാസാ, ഇത്തിരി ക്ലാസ്സാ പരിപാടി. കാരണം അങ്ങനെ വലിയ ഇടിയും ബഹളത്തിനല്ല, ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നേക്കുന്നതാണ്. അതാണ് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്തതെന്ന് ഇത്തിരി വെറൈറ്റി
കഥാപാത്രം തന്നെയാണ് ഇതിൻ്റെ അകത്ത ക്യാരക്ടർ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ മാസ് ചെയ്യുന്നവരെല്ലാവരും അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഇതേപോലത്തെ ഒരു റോള് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം എന്നെ തേടി വന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു തേടി വന്നൊരു കഥാപാത്രം തന്നെയാണ് ഇത്. അതോ? തീർച്ചയായിട്ടും. കാരണം ഇവരിരുത്തിക്കൊണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല. വേറെ പല ആർട്ടിസ്റ്റുകളായിരുന്നു ഇവർ ആദ്യം ചൂസ് ചെയ്തത്. അത് നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പിന്നീട് ഈ പടം കഴിഞ്ഞപ്പോൾ എന്നോട് ഇവർ പറഞ്ഞിട്ടുണ്ട് വളരെ തെറ്റായ തീരുമാനമാണ് ആദ്യം ഇവരെടുത്തെന്നുള്ളത്. ഇത് മികച്ചതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു സംവിധായകൻ്റെ സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിട്ട് വലുത്. അപ്പം നന്നായിരിക്കും തോന്നുന്നു. നമസ്കാരം. നമസ്കാരം. സാധാരണ പറഞ്ഞു ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഓരോ സിനിമകൾ ചെയ്യുന്നത്. വളരെ ഇമ്പാക്ട് ഉണ്ടാക്കിയ ചിത്രങ്ങളായിരുന്നു മലയാള സിനിമയിൽ തന്നെ. ഇന്ന് മലയാളികൾ ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ അത്രയും ഓരോ സീൻസ് ആയാലും ഇരുന്ന് കണ്ട് ഇപ്പോഴും ഓർക്കുന്ന സിനിമകളാണ് അതൊക്കെ. അപ്പം ഇങ്ങനൊരു ചിത്രം ചെയ്യാനുള്ള ഇത്രയും അല്ലെങ്കിൽ ഈ സിനിമ ഞാൻ ചെയ്യണം എന്ന് തോന്നിച്ച ഒരു കാര്യം എന്തായിരിക്കും? അങ്ങനെയല്ല ഗ്യാപ്പ് വരുന്നത്. ആ ഗ്യാപ്പ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് വരും. അതാണ് ഏറ്റവും വലിയ ആവശ്യം. ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മളെല്ലാം പുതിയ ആൾക്കാരായിരുന്നു. ദിലീപ്, ഞാൻ, ക്യാമറമാൻ, എഡിറ്റർ എല്ലാവരും അതിൽ അഭിനയിച്ച ഒരുവിധ ആൾക്കാരൊക്കെ. പ്രസാദ് സാറും രാജദേവ് മാത്രമാണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. ആ സ്പേസ് അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ചെയ്തത്. അപ്പം അങ്ങനെ ഒരു പിന്നെ ഞാൻ ഭരതൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിരുന്നത്. അതൊരു ഭയങ്കര ഒരു വ്യത്യാസമാണ്. ഇപ്പം നമ്മളെ ഇഷ്ടങ്ങളാണ് ആ സിനിമയിൽ നമ്മൾ കാണിക്കുക. തുടങ്ങുമ്പോഴേ നമ്മൾ വേറൊരു ഇൻഡസ്ട്രി പോവുക എന്നുള്ളതല്ല. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നമ്മൾ ഭരതത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണ്. ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ നിന്റെ ഇഷ്ടത്തിന് ചെയ്യും. അത് ആൾക്കാർ ഇഷ്ടപ്പെടുക പിന്നെ തിയേറ്ററിൽ വന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തിയേറ്ററിൽ വന്നിട്ടുള്ള എല്ലാ സിനിമയും ഓടാത്തതും പല സിനിമകളുണ്ട്. ഇപ്പം സിനിമയുടെ നല്ലൊരു കാലമാണ്. ആ സമയത്ത് നമുക്ക് ഇങ്ങനൊരു സിനിമ ഇറക്കാൻ പറ്റിയെന്നുള്ളതാണ് വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ പ്രൊഡ്യൂസേഴ്സും എൻ്റെ ഡിസ്ട്രിബ്യൂട്ടറും ഒക്കെ അതിൻ്റെ കൂടെ നിന്ന് അതിനുള്ള ശക്തി തന്നു. എൻ്റെ ആർട്ടിസ്റ്റ് എനിക്ക് അതിൻ്റെ സ്പേസ് തന്നു അതിനുള്ള കാര്യങ്ങൾക്ക്. അപ്പം അതൊക്കെ വലിയൊരു ഇതായിട്ട് ഈ സിനിമയ്ക്ക് അത്ര വലിയൊരു ഭാഗ്യം കിട്ടിയ സിനിമയാണ്. ഇനി പ്രേക്ഷകർ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ സ്വീകരിക്കട്ടെ, അവർ കാണട്ടെ. ഇപ്പൊ സാറിന്റെ എല്ലാ സിനിമ നോക്കിയാൽ അതിനകത്തൊരു മെസ്സേജ് കൊടുക്കും. ഇതൊരു വുമൺ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് പറയുന്നത്. അപ്പം ഇത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നു? ഇതൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് സിനിമ തന്നെയാണ്. ഒരു മെസ്സേജ് കൊടുക്കുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട്. നമ്മളിപ്പോ ഞാൻ തൃശ്ശൂർക്കാരനാണ്. നമ്മളിപ്പോ ഞാൻ ജയരാജൊക്കെ തൃശ്ശൂർക്കാരനാണ്. ആ തൃശ്ശൂർ ഉള്ള ഒരു ജീവിതം അറിയുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ആ ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അവിടെ രാവിലെ മുതൽ ചീട്ടടി തുടങ്ങി മൈതാനത്ത് പൂരക്കളി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ തൃശ്ശൂർ എന്നും ലൈവാണ്. വേറെ എവിടെ ഇല്ലാത്തൊരു ലൈവാണ് തൃശ്ശൂർ, അതും തേക്കിക്കാട്ട്. അപ്പൊ അവിടെ വന്നു ചേരുന്ന ഒരുപാട് ആൾക്കാർ. ആ ആൾക്കാരിൽ കൂടെ താമര എന്ന ഈ പൂക്കച്ചവടക്കാർ, അവരിലൂടെ നമ്മൾ പറയുന്ന ഒരു സബ്ജക്റ്റ്, ഒരു കഥ. ആ ഒരു മെസ്സേജ് അവർ സ്ത്രീ അനുഭവിക്കുന്ന ഒരു വേദന പിന്നീട് എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അവരെങ്ങനെ അതിൽ നിന്ന് ഓവർകം ചെയ്തു, അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്, അതാണ് നമ്മൾ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ആ ക്ലൈമാക്സ് ആണ്. അപ്പൊ സിനിമക്ക് ഒരു ക്ലൈമാക്സ് ഇല്ലാത്തൊരു സമയമാണ്. ഒരു ക്ലൈമാക്സും അതല്ലെങ്കിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത, പെങ്ങന്മാരില്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പൊ വരുന്ന സിനിമ. ഈ സിനിമയ്ക്ക് നമ്മൾ അച്ഛനുമുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ഒരു ക്ലൈമാക്സ് ഉണ്ട്. അതിൻ്റെ ഒരു വ്യത്യസ്തതയാണ് നമ്മൾ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം എന്നുള്ളത് പറയുന്നു. എനിക്ക് പറയാൻ പറ്റും. അത് ഇതുവരെ പറയാത്തൊരു ക്ലൈമാക്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് ആരും. നമ്മൾ ജോയിച്ചേട്ടന്റെ മിക്ക സിനിമകൾ കണ്ടിട്ടില്ല. അപ്പൊ ജോയിച്ചേട്ടന്റെ പോലീസ് വേഷങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു പോലീസ് കഥാപാത്രമാണെന്ന് തോന്നുന്നു. അപ്പം എങ്ങനെയാണ് അദ്ദേഹത്തെ കഥാപാത്രം എങ്ങനെയാണ്? പുള്ളി തൃശ്ശൂർക്കാരനാണ്. അപ്പൊ തൃശ്ശൂര് നടന്ന ഒരു സംഭവം പുള്ളിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഓഫീസിന്റെ അനുവാദത്തോട് തന്നെ പുള്ളിയുടെ ഒരു രീതിയിൽ കൂടെ ഒരു പോലീസുകാരുടെ ഒരു നോട്ടത്തിലൂടെ കണ്ടെത്തുന്ന ഒരു സംഭവമാണ് ഈ സിനിമ. അത് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ആരാന്നുള്ളതാണ് ഇത്, ആരും എന്ത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ചോദ്യമാണ് ഇതിന്റെ ക്ലൈമാക്സിനോട് ഉത്തരം പറയുന്നത്. പിന്നെ ജോജോ ചെയ്ത സ്ഥിരം പോലീസ് സ്റ്റേഷനത്തിന് വ്യത്യാസമായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു അടിയിലേക്കോ മറ്റുള്ള വളരെ റഫായിട്ട് അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് പോലീസുകാർ ആൾക്കാരിൽ നന്നായി ഇടപെടുന്ന വളരെ സൗഹൃദപരമായിട്ടൊരു നീക്കത്തിലൂടെ നീങ്ങുന്ന ഒരു പോലീസുകാർ. അതാണ്
ജോജോ ചെയ്യുന്ന ക്യാരക്ടർ. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമുക്ക് തൃശ്ശൂർ ജയരാജുമായിരുന്നു ഇങ്ങനത്തെ ആൾക്കാരാണ് നയിച്ചത്. അപ്പം ഡയറക്ടർ നിർബന്ധബുദ്ധിയോടുകൂടിയാണോ ഈ തൃശ്ശൂർ നടക്കുന്ന സിനിമയ്ക്ക് ജയരാജുമായിട്ട്? ഒരിക്കലല്ല. ആ ക്യാരക്ടറായിട്ട് പറ്റുന്നു തോന്നിയോണ്ട് അയാൾ എൻ്റെ ഒരുപാട് കാലത്ത് സുഹൃത്താണ്. എൻ്റെ ഗുരുനാഥന്റെ സുഹൃത്താണ്, ഭരതന്റെ സുഹൃത്താണ്. ആ നിലയ്ക്ക് ഞാൻ വളരെ അടുത്ത സുഹൃത്താണ്. ഭരതന്റെ പവിത്രൻ മുതലേ സുഹൃത്താണ്, ഒരുപാട് കാലങ്ങളായിട്ടുള്ള സുഹൃത്താണ്. അപ്പോൾ തൃശ്ശൂർ ജീവിതത്തിൽ ഞങ്ങൾ എപ്പോഴും ഇടപെടുന്ന ആൾക്കാരാണ്. ഞാനും പവിത്രനും ഹൈദരാലിയും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ പിന്നെ പ്രൊഡ്യൂസർ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ബന്ധം. ആ ബന്ധം പക്ഷേ ഈ ക്യാരക്ടർക്ക് ചെയ്യാൻ കറക്റ്റായിട്ട് ഇരിക്കുന്ന ഒരൊറ്റ അയാളുടെ സൗഹൃദത്തിൽ വിളിച്ചതാണ്. പുള്ളി ഇതിന് ആക്ടാണോ നടക്കുന്ന നമ്മൾ വിളിച്ചു. ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ബോൾഡായിട്ട് ചെയ്യുന്നത്, ഒരാളെങ്കിലും ഒരാൾ നോട്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ്. അത് തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് കള്ളത്തരായി പോകും. തോന്നിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു ആക്ടർ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നത്. അപ്പം എനിക്ക് വേണ്ടി ഞാനല്ല കഥ എഴുതുന്നത്, ഞാനല്ല ഒരു സിനിമ ടീമപ്പ് ചെയ്യുന്നത്. അപ്പം എനിക്ക് വേണ്ടി അങ്ങനെ ഒരു കഥാപാത്രമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ അങ്ങനെ ഒന്നും എത്തിയിട്ടില്ല. മേ ബി ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം അതല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് വരുന്ന സിനിമകളാണ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പം എൻ്റെ അടുത്ത് വരുന്ന ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എന്നെ ഒന്ന് മാറ്റി കാണിക്കാം, അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്യിച്ചെടുക്കാൻ പറ്റുമല്ലോ എന്ന് അവർ ആലോചിച്ചാലാണ് എനിക്ക് ഡിഫറെൻറ്റ് റോൾസ് കിട്ടുള്ളൂ. അങ്ങനെ എനിക്കത് മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഡിഫറെൻറ്റ് റോൾസ് ആയിരുന്നു. പക്ഷെ മുണ്ട്, ബ്ലൗസ്, കോട്ടൺ സാരി അങ്ങനെ മാത്രം നല്ല നല്ല ക്യാരക്ടേഴ്സാണ് കേട്ടോ. അതെല്ലാം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത റോൾസ് ആണ്. പക്ഷേ മുണ്ട്, ബ്ലൗസ് ഒരു ക്യാരക്ടർ വരുമ്പോൾ ആദ്യം അനുമോളെ ഓർക്കുക എന്നുള്ള പോലെ എനിക്ക് അങ്ങനെ കോൾസ് വരുമായിരുന്നു. അത് ബ്രേക്ക് ചെയ്തത് VKP പോലെയുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹം കാണിച്ചൊരു കറേജാണ്. റോക്ക് സ്റ്റാർ എന്ന് പറയുന്ന സിനിമയിൽ എന്നെ സഞ്ജന കുര്യൻ എന്ന് പറയുന്ന ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറായിട്ട് കാസ്റ്റ് ചെയ്യാണ്. ഞാൻ സിഗരറ്റ് വലിക്കുന്നു, ബൈക്ക് ഓടിക്കുന്നു, ഞാൻ അതുവരെ കണ്ട ഡ്രസ്സൊന്നുമല്ല, ഷോർട്ട്സും ഷർട്ടും ഇടുന്നു, ഞാൻ അതിലും മുണ്ടുണ്ടായിരുന്നു, പക്ഷെ അത് സാധാ ലുങ്കി മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്നു എന്നുള്ള പോലത്തെ റോള് അദ്ദേഹം ആ കറേജ് കാണിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു റോള് കിട്ടിയത്. അപ്പം അത് ഞാൻ ആലോചിച്ചിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു, അൺലെസ് എനിക്ക് എഴുതാൻ അറിയാത്ത സ്ഥിതിക്ക്. അപ്പം ഡയറക്ടറും അല്ലെങ്കിൽ റൈറ്റേഴ്സും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് വന്നാലേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തമിഴിലൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു വലിയൊരു പെൺകുട്ടിയുടെ അമ്മയായിട്ടാണ്, ഈ സിനിമയിലും ഒരു മകന്റെ അമ്മയായിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് നടിമാര് ചൂസ് ചെയ്യാത്ത ഒരു കാര്യമാണ് വലിയ മക്കളുടെ അമ്മയാകുക എന്നുള്ളത്. അപ്പോൾ ഇത് ചലഞ്ചിങ് ആയിരിക്കില്ലേ നിലനിൽപ്പിന് തന്നെ? അല്ല, എൻ്റെ ഫസ്റ്റ് മലയാള സിനിമ ഇവൻ മേഘരൂപനിൽ ഞാൻ 60 വയസ്സ് വരെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പ്രായം ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സിനിമ ചായില്യത്തിൽ ഞാൻ 8 വയസ്സുകാരൻ്റെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത്. ചായില്യം ഷൂട്ട് നടക്കുന്നത് 8 വയസ്സുകാരൻ്റെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത്. അത് 2011 ഷൂട്ട് ചെയ്തത്. അത്ര വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ ശരിയാണത്. ഞാൻ എന്താണ് പെർഫോം ചെയ്യാനുള്ളത്, ഈ ക്യാരക്ടറിൽ എന്താണെന്നുള്ളതാണ് എപ്പോഴും നോക്കിയിട്ടേ ഉള്ളൂ. ഇത് അമ്മയാണോ, കുറേ വയസ്സുള്ളതാണോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഞാൻ കംഫർട്ടബിൾ ആയിരിക്കുമോ എന്നുള്ളത് മാത്രമേ, ഞാൻ ചെയ്താൽ അത് വൃത്തികേടാക്കില്ലല്ലോ എന്ന് മാത്രമാണ് ഞാൻ കൂടുതലും നോക്കാറുള്ളൂ. ഓഫ് ലേറ്റ് ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ആഫ്റ്റർ അയലിയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു മോശം വരുന്നുണ്ടോ എന്ന്. വൈ? ബിക്കോസ് അയലിക്ക് ശേഷം എനിക്ക് ഒരു 8-10 ഹീറോസിന്റെ ഫ്ലാഷ് ബാക്കിൽ അമ്മയായിട്ട് അഭിനയിക്കാനൊക്കെ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അയലിയുടെ ഒരു സ്ട്രോങ് പവർഫുൾ മദർ ആയിരുന്നു. അങ്ങനത്തെ ക്യാരക്ടർ തന്നെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതൊരു 2-3 സീനിൽ മാത്രം വന്നു പോകുന്ന സീനിന്റെയും അല്ല, അത്ര റിലവന്റ് അല്ലാത്ത ക്യാരക്ടേഴ്സിൽ അമ്മ 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 എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ അതെന്താ ആ സിനിമ കഴിഞ്ഞിട്ട് ഒരു 1 ഇയറോളം എടുത്തു ഞാൻ അയലിക്ക് ശേഷം വേറൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യാൻ. ആ സമയത്ത് ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കംഫർട്ട് സോണിൽ പെർഫോമൻസ് ചെയ്യാനുള്ള റോൾസ് തന്നെയാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുക. അത്
അമ്മയാണോ അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആക്ടർ ആരാന്ന് പോലും ഞാൻ ഇതുവരെ ഒരു സിനിമയിലും ബോദർ ചെയ്തിട്ടില്ല. എൻ്റെ ആദ്യത്തെ കൺസേൺസ് എൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഞാൻ നോക്കുന്നത് ഡയറക്ടർ, ആ ടെക്നിക്കൽ ടീം ആരാന്നുള്ളതാണ്. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത് നാലാമത് ഒക്കെയാണ് ആക്ടേഴ്സ് ആരാന്നൊക്കെ ഞാൻ എപ്പോഴും നോക്കാറുള്ളൂ. അപ്പം എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പെർഫോമൻസ് സ്കോപ്പാണ് കൂടുതലും നോക്കാറ്. ഈ സിനിമയിലൊരു നല്ല പാട്ടുണ്ട്, കുറേ നല്ല സോങ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സിത്താര പാടിയ, ബിജി ബാലേട്ടനാണ് മ്യൂസിക്, റഫീഖ് അഹമ്മദ് സാറാണ് നമ്മുടെ ലിറിക്സ്. സിത്താര പാടിയ ഒരു നല്ല പാട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി സോങ് ആണ്. അപ്പൊ നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ റീൽസ് ഒക്കെ ഇടുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ആ പാട്ടൊക്കെ ഇട്ടിട്ട് റീൽസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമയ്ക്കും അത് ഹെൽപ്ഫുൾ ആവും. അത് നല്ലൊരു പാട്ടുമാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പം അത് ഒന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത്. അപ്പം താങ്ക് യു സോ മച്ച്, നിങ്ങളുടെ സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ്.